നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ചില നഷ്ടങ്ങളിൽ ദുഃഖിച്ചിരിക്കുന്ന, ചുറ്റുമുള്ളതിനെയൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു നഷ്ടത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ സൗഹൃദം, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നിവ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു നഷ്ടത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കാതെ അതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ കാണുക. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ അതിൽ മാത്രം കുടുങ്ങിക്കിടക്കാതെ ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചില മോശം കാര്യങ്ങളാൽ മുന്നോട്ട് പോവാനായിട്ട് കഴിയാതെ ബന്ധനത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചില മോശം വ്യക്തികളുടെ പിടിയിലായിരിക്കാം, അല്ലെങ്കിൽ ചില മോശം ശീലങ്ങളുടെ പിടിയിലായിരിക്കാം. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാൽ നിങ്ങൾ ബന്ധനത്തിലായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ശരിയല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ബന്ധനം മുഴുവനും നിങ്ങളുടെ മനസ്സിലാണെന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സ് വെച്ചാൽ പുറത്തേക്ക് വരണമെന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. ആ ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആദ്യ പടിയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് നിങ്ങളെ തെറ്റായ മാർഗത്തിലൂടെ നടക്കാനായിട്ട് പലരും നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ഏതൊരു കാര്യവും പറയാനും പ്രവർത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ നിലപാടുകളെ കാത്ത് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം. അതായത് നമ്മുടെ നിലപാടുകളെ എതിർക്കാനും ചോദ്യം ചെയ്യാനുമൊക്കെ പലരും വരാം. അപ്പോൾ ആ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ പിന്നോട്ട് പോവാതെ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ച് നിൽക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള കഴിവും ധൈര്യവും നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ കുറച്ച് ക്ഷമയുണ്ടായിരിക്കേണ്ട ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഇതുവരെയും ഒരു അവസാനം ഉണ്ടായിട്ടില്ലായിരിക്കാം. അതിനാൽ തന്നെ എൻ്റെ ശ്രമം വെറുതെയായി എന്ന് ചിന്തിച്ചുള്ള ഒരു നിരാശ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെയല്ല എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുക. ശരിയായ സമയത്ത് അതിനുള്ള ഫലം തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ്.
നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ വഴിയിലാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ ഒരു സമയം ക്ഷമയാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. എന്നാൽ അതിൽ ഏതാണ് ശരി എന്ന് തീരുമാനിക്കാനായിട്ട് കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ അവസരങ്ങളും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് എല്ലാ അവസരങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാതെ പ്രായോഗികമായിട്ട് ചിന്തിക്കുക. ഏതാണ് നല്ലത്, ഏതാണ് മോശമെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരിയായ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികം, ജോലി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു അവസരം വരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യം അത് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് വളരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസരം ശ്രദ്ധയോടെ സ്വീകരിക്കുക, ക്ഷമയോടെ ഉപയോഗിക്കുക. കാരണം അത് ദീർഘകാലത്തേക്കുള്ള വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു തുടക്കമാണെന്നാണ്. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു അവസരത്തിലൂടെ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിനൊരു സ്ഥിരത വരും. സാമ്പത്തികമായിട്ട് നിങ്ങൾ സുരക്ഷിതരാവും. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന സമൃദ്ധി നിറഞ്ഞ സമയം തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുൻകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളും, നിങ്ങളെടുത്തിരുന്ന പല തീരുമാനങ്ങളുമൊക്കെ തെറ്റായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കരുത്, ഒരു മാറ്റം എനിക്ക് വേണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പലരും ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലെ ഈ ഒരു തീരുമാനം ജീവിതത്തിൽ നല്ലത് ചെയ്യാനും ശരിയായ വഴിയിലൂടെ പോവാനുമൊക്കെയുള്ള ഒരു അവസരമാണെന്നാണ്. അതിനാൽ തന്നെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ അതിനെ അംഗീകരിച്ച് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.